ആരും ഒന്നുമിനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്ത്, എങ്ങനെ, എപ്പോൾ വേണമെന്ന് എനിക്ക് നന്നായി അറിയാം. ഇനി ഞാൻ ബാറ്റ് വീശുന്നത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കും. നീറിയൊടുങ്ങുന്ന കഥനകഥകൾ പലതയാൾക്കുണ്ടെങ്കിലും അയാൾ പക്ഷേ പണ്ടേ എല്ലാം തെളിയിച്ചു കഴിഞ്ഞതാണ്. സൈഡ് ബെഞ്ചിൽ മാത്രം ഒതുങ്ങി കഴിയേണ്ടി വന്നപ്പോഴും ഇച്ഛാശക്തിയോടെ പൊരുതിയവനാണ്. മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞ ക്രിക്കറ്റ് അനാലിസ്റ്റുകൾക്ക് മുന്നിൽ അയാൾ തിരുത്താൻ തയ്യാറായിരുന്നു. എല്ലാം സഹിച്ചു, പോരായ്മകൾ പഠിച്ചു, പരിശീലിച്ചു. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് മത്സരത്തിൽ മുസ്തഫിസൂറിന്റെ പന്തിൽ ബാക്ക് ഫുട്ടിൽ മിഡ് ഓഫിലേക്ക് നേടിയ ഒരു 6 ഉണ്ട്. ആ ഒരു 6 മാത്രം മതി അയാളുടെ താരത്തെ, അവന്റെ കഴിവിനെ അടയാളപ്പെടുത്താൻ. എന്നിട്ടും തീർന്നില്ല. പിന്നീട് നേരിട്ട ഓവറിൽ 5 പന്തുകളും അതിർത്തി വരയെ തൊടാതെ ആകാശം കണ്ടു. അതും വിമർശകർക്ക് മതിയായിരുന്നില്ല. കൂട്ടിയും കിഴിച്ചും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് വിമർശനങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഗതിയില്ലാതെ അയാൾക്ക് പാഡണിയാൻ ഒരു അവസരം കൂടി നൽകാൻ അവർ പ്രേരിതരായി. ഫലം പക്ഷേ വിസ്മയങ്ങൾക്കപ്പുറമായിരുന്നു. തോറ്റുപോകുമെന്നുറപ്പിച്ച രാജ്യത്തിനെ അയാൾ മലയാളികളുടെ ഹൃദയവായ്പോടെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി. എണ്ണം പറഞ്ഞ 3 മത്സരങ്ങൾ, ക്വാർട്ടർ, സെമി, ഫൈനൽ. മലയാളിക്കാകില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് കൈയടിപ്പിച്ച് കപ്പടിച്ച് കാണിച്ചു കൊടുത്ത മുതൽ, അതെ, ആ പേരും ആ ചിരിയും, എന്തിന് ചെറിയ മൂവ്മെന്റ്സ് പോലും മലയാളിക്ക് ആവേശമായി മാറി. അവഗണിച്ച് മാറ്റി നിർത്തിയ ആളുകളെ കൊണ്ട് നീയായിരുന്നു ശരിയെന്ന് വിളിച്ചു പറയിപ്പിച്ച പോരാളി. ഫൈനലിൽ ഇന്ത്യയെ ചുമലിലേറ്റി മലയാളിയെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ ലോകത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച പിന്മടക്കമില്ലാത്ത ഫൈറ്റർ. അനന്തപുരിയുടെ മണ്ണിൽ നിന്നും ക്രിക്കറ്റിന്റെ അനന്ത സാധ്യതകൾ നേടിയെടുത്ത സഞ്ജു, സാക്ഷാൽ സഞ്ജു വിശ്വനാഥ് സാംസൺ. വിമർശകരെ, ഇനി അയാളെ വെറുതെ വിട്ടേക്കുക. ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ബാറ്റ് വീശും എന്ന് അയാൾ ഇന്ന് പറയുമ്പോൾ പേടിക്കുന്നത് ബൗളിംഗ് എൻഡിൽ റണ്ണപ്പ് ഗാർഡ് എടുത്തു നിൽക്കുന്ന ബൗളർമാർ മാത്രമായിരിക്കില്ല. അവനെ പന്തേൽപ്പിച്ച ക്യാപ്റ്റനും ആ ക്യാപ്റ്റന് പിന്നിൽ അണിനിരന്ന ഒരു ടീമും കൂടിയായിരിക്കും. കാരണം സഞ്ജുവിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത തീക്ക് അത്ര കണ്ട് തീവ്രതയുണ്ട്. കൂടുതലായി ഒന്നുമില്ല. ഇനിയുള്ളത് കാലം കൃത്യമായി തെളിയിക്കുക തന്നെ ചെയ്യും. അതുവരെ മാത്രം ഒരിടവേള. മലയാളികളുടെ സ്വന്തം ചേട്ട, ഇഷ്ടത്തിനനുസരിച്ച് ബാറ്റ് ഏന്തുക. പന്ത് കണ്ടാൽ അടിച്ചു പറത്താനാണ് തോന്നുന്നതെങ്കിൽ ഇനിയും അത് തുടരുക. വിമർശനങ്ങൾ തുടരട്ടെ. സ്നേഹത്തിന്റെ തണൽ വിരിച്ച് ഞങ്ങൾ ഒപ്പമുണ്ട്. മലയാളികളുടെ സ്വന്തം ചേട്ടന് വേണ്ടി.